ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിവേദ ആക്കപ്പറമ്പിൽ എന്ന ഈ ഒരു ചാനലിൽ യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് അപ്ലോഡ് ഫയൽ, അതുപോലെ ഓട്ടോ ജനറേറ്റഡ്, ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്നീ 3 ഓപ്ഷൻസ് എല്ലാമാണ് കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ തംബ്നെയിൽ ഇത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും അപ്ലോഡ് ചെയ്യുന്നതിന് അപ്ലോഡ് ഫയൽ എന്നതിൽ പോകാം. ഇനി ഓട്ടോ ജനറേറ്റഡ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ നിന്നുള്ള ഒരു തംബ്നെയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പുതുതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്നതാണ്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 3 തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഈ 3 തംബ്നെയിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് 3 തംബ്നെയിലുമായി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ നമ്മൾ 3 തംബ്നെയിൽ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നുവെങ്കിലും യൂട്യൂബ് നിങ്ങളുടെ ഓരോ തംബ്നെയിൽ വീതം പലവിധ വ്യൂവേഴ്സിന് കാണിക്കും. ഇത്തരത്തിൽ കാണിച്ചതിന് ശേഷം ഏത് തംബ്നെയിലിനാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് എല്ലാം വരുന്നത്, അല്ലെങ്കിൽ ഏത് തംബ്നെയിലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലെല്ലാം ലഭിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം ഏതിനാണോ കൂടുതലായി നിങ്ങൾക്ക് വ്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് റിസൾട്ടിൽ വിന്നറായിരിക്കുന്ന തംബ്നെയിൽ അതായിരിക്കും പിന്നീട് വ്യൂവേഴ്സിന് യൂട്യൂബ് കാണിക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ഫീച്ചർ ഇത് നേരത്തെ തന്നെ വരുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും ഇത് വളരെയധികം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫീച്ചർ കൂടിയാണ്. പക്ഷേ എനിക്ക് ഇതിൽ ഒരു ഡൗട്ട് എന്തെന്നാൽ നമ്മൾ ഇത്തരത്തിൽ 3 നല്ല തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു 10 വീഡിയോ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 10 വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ 30 തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് സമയം നമ്മുടെ ഇതിനു വേണ്ടി നമുക്ക് പോവുകയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന കുറേ സമയമൊന്നും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു 3 തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നതെല്ലാം പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ എത്രത്തോളം പേർ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കുറേ പേർ ചിലപ്പോൾ ആദ്യമൊക്കെ ഇത് യൂസ് ചെയ്തു എന്ന് വരാം, എന്നാൽ പിന്നീട് ഇത് എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല. കാരണം ഇതിന് ഒരുപാട് സമയം നമുക്ക് ഇതുപോലെ 3 തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമാണ്. ഒരു തംബ്നെയിലെല്ലാം തന്നെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം അതിനു തന്നെ നമുക്ക് എത്രത്തോളം സമയമെല്ലാം വരുമെന്നത്. അപ്പോൾ ഒരു സാധാരണ ക്രിയേറ്ററെ സംബന്ധിച്ച് ഈ ഒരു ഫീച്ചർ ഇത് എത്രത്തോളം അവർക്ക് ഗുണകരമാകുമെന്നതിൽ എനിക്ക് ശരിക്കും ഒരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം? ഇത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീച്ചർ കൂടുതലായി ഗുണം ചെയ്യുന്നത് പ്രൊഫഷണൽ രീതിയിൽ, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായി പോലും അവരുടെ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവർക്കാണ്. അതായത് അവരുടെ തംബ്നെയിൽ മോശമായതുകൊണ്ട് അവർക്ക് വ്യൂസ് നഷ്ടപ്പെടേണ്ട എന്ന രീതിയിൽ വളരെ വ്യക്തമായും അതുപോലെ വളരെ സമയമെടുത്തെല്ലാം ചെയ്യുന്ന വീഡിയോസിനെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു കാര്യമെല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത്. എന്നാൽ സാധാരണ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന, ഡെയിലി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നവർക്കെല്ലാം ഇത്തരത്തിൽ 3 തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ സമയമെടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പേഴ്സണലായിട്ട് എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഞാൻ അധികം യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം 10 to 15 മിനിറ്റ് എല്ലാം നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ ഇതുപോലെ 3 തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇതിലേതാണ് വിന്നർ എന്നറിയണമെങ്കിൽ നമുക്ക് 3 തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 45 മിനിറ്റിനടുത്തെല്ലാം വരും. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ നല്ല നല്ല കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതലായിട്ട് ഗുണം ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടുന്നവർ അവർ തീർച്ചയായും ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മൊബൈലിൽ നിന്നെല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡിൽ പോയതിന് ശേഷം ഈ ഫീച്ചറെല്ലാം കാണാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്